ലാലേട്ടൻ ആരാധകരും മലയാള സിനിമാ പ്രേമികൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രങ്ങളൊന്നാണ് ലാലേട്ടൻ ആദ്യമായിട്ട് സംവിധായകന്റെ കുപ്പായം അണിയുന്ന ബറോസ് നിധികാക്കും ഭൂതം എന്ന് പറയുന്ന സിനിമയ്ക്കായിട്ട് ഇതൊക്കെയാണ് ചിത്രത്തിലെ ഗംഭീര ഫസ്റ്റ് പോസ്റ്ററുകളും അതോടൊപ്പം തന്നെ ടീസറും ട്രെയിലറൊക്കെ വന്നപ്പോൾ തന്നെ പ്രേക്ഷകർക്ക് സിനിമ കാണാനുള്ള കാത്തിരിപ്പ് അല്ലെങ്കിൽ ആകാംക്ഷ കൂടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ പ്രിവ്യൂ കണ്ടതിന് ശേഷമുള്ള ചിത്രത്തിന്റെ പ്രിവ്യൂ കണ്ട താരങ്ങളുടെ അഭിപ്രായങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നു അല്ലെങ്കിൽ തരംഗമായിട്ട് മാറുന്നത്. ചിത്രത്തിന്റെ പ്രിവ്യൂ ഇന്നലെയായിരുന്നു ചെന്നൈയിൽ വെച്ച് നടന്നിട്ടുണ്ടായത്. ചെന്നൈയിൽ ചിത്രത്തിന്റെ പ്രിവ്യൂ കഴിഞ്ഞ ശേഷമുള്ള റിവ്യൂകളെല്ലാം തന്നെ പ്രമുഖ യൂട്യൂബ് ചാനലുകൾ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. തമിഴിലെ പ്രമുഖ താരങ്ങളായിട്ടുള്ള വിജയ് സേതുപതി, അതോടൊപ്പം നടി രോഹിണി, ഡയറക്ടറായിട്ടുള്ള മണിരത്നം, അതോടൊപ്പം തന്നെ പ്രണവ് മോഹൻലാൽ, വിസ്മയ മോഹൻലാലൊക്കെ ചിത്രത്തിന്റെ പ്രിവ്യൂ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. ചെന്നൈയിൽ നേരത്തെ ചിത്രത്തിന്റെ പ്രിവ്യൂ UAE വെച്ച് നമ്മുടെ പൃഥ്വിരാജ് അടക്കമുള്ള പ്രമുഖ താരങ്ങളെല്ലാം തന്നെ കണ്ട് മികച്ച അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ചെന്നൈയിലെ ചിത്രത്തിന്റെ പ്രീമിയർ ഷോയ്ക്കും ഗംഭീര അഭിപ്രായങ്ങൾ തന്നെ സ്വന്തമാക്കാൻ സാധിച്ചു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഒരു മഹാനടൻ സംവിധാനം ചെയ്താൽ എങ്ങനെയുണ്ടാവും, അത് കാണാനാണ് വന്നത്. ഞങ്ങളുടെ പ്രതീക്ഷ ഫലവത്തായി. പ്രധാനമായും കുട്ടികൾക്ക് വേണ്ടിയുള്ള സിനിമയാണിത്. എന്നാൽ മുതിർന്നവർക്ക് കാണാൻ പറ്റിയ സിനിമ. കുട്ടികൾ കൂടുതൽ ആസ്വദിക്കും. 3D ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഒപ്പം ക്യാമറ വർക്കും സംഗീതവും ഒരു സന്ദേശവുമുണ്ട് സിനിമയിൽ. അത് എനിക്ക് ഏറെ ഇഷ്ടമായി. പ്രിവ്യൂ കണ്ട പ്രേക്ഷകർ ഒരാൾ പറയുന്നു, കുട്ടികൾക്കൊരു ആഘോഷമായിരിക്കും, കുടുംബങ്ങൾക്ക് കാണാം, ഒരു ഹോളിവുഡ് മൂവി കണ്ടതുപോലെ എന്നും മറ്റൊരാളും അഭിപ്രായപ്പെടുന്നത്. ചിത്രത്തിന്റെ കഥ, ക്യാമറ എല്ലാം മികച്ചായിരുന്നു. ഗംഭീര സിനിമ, അത്ഭുതകരമായ 3D എന്നാണ് രോഹിണി അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. ചിത്രത്തിലെ കഥാപാത്രങ്ങൾ, 3D എഫക്റ്റ് എല്ലാം നമുക്ക് നന്നായി ഇഷ്ടപ്പെടും. കുടുംബത്തോടൊപ്പം വന്ന് കാണാൻ പറ്റിയ സിനിമ എന്നാണ് വിജയ് സേതുപതിയുടെ അഭിപ്രായം. എന്തൊക്കെയാണ് ചിത്രത്തിന്റെ പ്രിവ്യൂ കണ്ട താരങ്ങളും അതോടൊപ്പം പ്രേക്ഷകരും എല്ലാം തന്നെ ചിത്രത്തിന് ഗംഭീര അഭിപ്രായങ്ങൾ തന്നെ പുറത്തുവിടുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏകദേശം 100 കോടിയോളം ബഡ്ജറ്റിലാണ് ബറോസ് എന്ന് പറയുന്ന സിനിമ പൂർണ്ണമായിട്ട് 3Dയിൽ അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂരാണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. മൈ ഡിയർ കുട്ടിച്ചാത്തൻ എന്ന് പറയുന്ന ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ 3D ചിത്രം അണിയിച്ചൊരുക്കിയ ജിജോ പുന്നൂസിന്റെ കഥയെ ആസ്പദമാക്കിയാണ് ലാലേട്ടൻ ഈ ഒരു ബ്രഹ്മാണ്ഡ ചിത്രം ഒരുക്കിയിരിക്കുന്നത്. എന്തൊക്കെയാണ് മുഫാസ പോലത്തെ ചിത്രങ്ങൾ ഇപ്പോൾ വലിയ രീതിയിലുള്ള വിജയം കൈവരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത്തരത്തിലൊരു സിനിമയായിട്ട് ബറോസ് എന്ന് പറയുന്ന സിനിമ മാറുകയാണെങ്കിൽ കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ മാത്രമല്ല വേൾഡ് വൈഡ് ചിത്രം തരംഗമായിട്ട് മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഒരുപക്ഷെ മലയാളത്തിൽ 1000 കോടി ചിത്രമായിട്ട് പോലും ബറോസ് മാറാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റത്തില്ല. ഇതൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാൻ ചിത്രത്തിൻ്റെ നാളത്തെ റിവ്യൂവിനായിട്ട് അല്ലെങ്കിൽ നാളത്തെ ഷോകൾക്കായിട്ട്. അപ്പോൾ നിങ്ങൾ എത്ര പേരാണ് നാളെ ബറോസ് എന്ന് പറയുന്ന സിനിമ തിയേറ്ററിനായിട്ട് കാണാൻ വേണ്ടി കാത്തിരിക്കുന്നത്? കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.